നമസ്കാരം, എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പുതിയതായി എത്തിച്ചേർന്നിരിക്കുന്ന സ്ഥലം മൈസൂറുള്ള ലോക പ്രശസ്തമായിട്ടുള്ള ഫിലോമിന ചർച്ചിലാണ്. ആ ഫിലോമിന ചർച്ചിൻ്റെ അതിസുന്ദരമായ കാഴ്ചകൾ കാണുവാൻ എല്ലാവരെയും ക്ഷണിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ പോകുന്നത് മൈസൂരുള്ള ലോകപ്രശസ്തമായ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമായ സെന്റ് ഫിലോമിന ചർച്ചിലേക്കാണ്. മൈസൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും കേവലം 1 കിലോമീറ്റർ മാത്രമുള്ള ഈ ദേവാലയത്തിലേക്ക് ഞാൻ നടന്നാണ് എത്തിച്ചേർന്നത്. ദേവാലയത്തിന്റെ പരിസരങ്ങളൊക്കെ നോക്കാം. ദേവാലയത്തിന് ചുറ്റും റോഡാണ്. ഒരു ദ്വീപിൽ എന്ന പോലെയാണ് ഈ സെന്റ് ഫിലോമിന ചർച്ച് ഇവിടെ നിലകൊള്ളുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ അതിസുന്ദരമായി കാഴ്ച നൽകുന്ന ഒരു ദേവാലയം. ആരും ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ടു പോകുന്ന വാസ്തു നിർമ്മിതി. കാഴ്ചയിൽ തന്നെ ഒരു ദൈവിക ഭാവം ഈ ദേവാലയത്തിൽ ഉണ്ടെന്ന് തോന്നിപ്പോകും. മൈസൂർ രൂപതയുടെ കീഴിലുള്ള ദേവാലയമാണ് സെന്റ് ഫിലോമിന ചർച്ച്. മൈസൂർ ഞാൻ നിരവധി തവണ വന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെയും ഈ ഫിലോമിന ചർച്ച് തീർച്ചയായും സന്ദർശിച്ചിട്ടുമുണ്ട്. എപ്പോഴൊക്കെ വരുമ്പോഴും ആദ്യമായി കാണുന്ന ഒരു സ്ഥലത്തേക്ക് വരുന്ന പ്രതീതിയാണ് എനിക്ക് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. കത്തീഡ്രൽ ഓഫ് സെന്റ് ജോസഫ് ആൻഡ് സെന്റ് ഫിലോമിന എന്നാണ് ഈ ദേവാലയത്തിന്റെ മുഴുവൻ പേര്. 1936-ൽ നിയോ ഗോത്തിക് ശൈലി ഉപയോഗിച്ചാണ് നിർമ്മാണം. ഇതിന്റെ വാസ്തുവിദ്യ ജർമ്മനിയിലെ കൊളോൺ ദേവാലയത്തിന്റെ കാഴ്ചയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ്. ലത്തീൻ കത്തോലിക്ക വിശുദ്ധയും റോമൻ കത്തോലിക്ക സഭയിലെ രക്തസാക്ഷിയുമാണ് വിശുദ്ധ ഫിലോമിന. 4-ാം നൂറ്റാണ്ടിൽ രക്തസാക്ഷിയായ ഒരു യുവ ഗ്രീക്ക് രാജകുമാരിയായിരുന്നു ഫിലോമിന. ൽ മഹാരാജ കൃഷ്ണരാജ വോഡയാർ മൂന്നാമനാണ് ഇവിടെ ആദ്യത്തെ പള്ളി നിർമ്മിച്ചത്. അങ്ങനെ നമ്മൾ പള്ളിയുടെ പരിസര പ്രദേശത്തേക്കൊക്കെ ഒന്ന് നടന്ന് കാണുവാൻ വേണ്ടി പോവുകയാണ്. ഫിലോമിന ചർച്ചിന്റെ മുറ്റം ഒക്കെ ഇങ്ങനെയാണ്. നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇവിടെ ഞായറാഴ്ച ദിവസങ്ങളിൽ ദക്ഷിണേന്ത്യയിലെ എല്ലാ ഭാഷകളിലും കുർബാന പോലുള്ള പ്രാർത്ഥന ചടങ്ങുകൾ ഉണ്ട്. 1933-ൽ മൈസൂർ മഹാരാജാവാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ പള്ളിയുടെ തറക്കല്ലിട്ടത്. ഡാലി എന്ന ഫ്രഞ്ചുകാരനാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തത്. ബിഷപ്പ് റെനെ ഹൂഗയുടെ
മേൽനോട്ടത്തിലാണ് ഈ പള്ളിയുടെ പണി പൂർത്തീകരിച്ചത്. പള്ളിയുടെ പരിസരങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിരവധി സ്ഥാപനങ്ങൾ ഈ പള്ളിയുടെ കോമ്പൗണ്ടിലുണ്ട്. ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, അതുപോലെ തന്നെ മറ്റ് ഓഡിറ്റോറിയങ്ങൾ ഒക്കെ തന്നെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. തീർച്ചയായും മൈസൂരിലെത്തിച്ചേരുന്ന ഓരോ ആളുകളും ഈ ഫിലോമിന ചർച്ച് സന്ദർശിക്കേണ്ടതാണ്. എത്ര ചിത്രങ്ങൾ എടുത്താലും നമുക്ക് മതിയാവില്ല എന്നുള്ളതാണ് ഈ ഫിലോമിന ചർച്ചിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ വിശുദ്ധ ഫിലോമിനയുടെ തിരുശേഷിപ്പ് ഈ ആൾത്താരയുടെ താഴെയുള്ള ഒരു പ്രത്യേക നിലവറയിൽ സൂക്ഷിക്കുന്നുണ്ട്. അത് സന്ദർശിക്കുന്നവർക്ക് കാണാവുന്നതുമാണ്. ഞാൻ പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ വേണ്ടി ക്യാമറയുമായി നീങ്ങിയപ്പോൾ അവിടെയുള്ള സെക്യൂരിറ്റി ക്യാമറ അകത്ത് അനുവദനീയമല്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ തിരിച്ച് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഈ മഹത്തായ ദേവാലയത്തിന്റെ കാഴ്ചകൾ കണ്ടത് മടങ്ങുകയാണ്. അപ്പോൾ മൈസൂരുള്ള ഫിലോമിന ചർച്ചിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. ഇവിടെ ക്യാമറയ്ക്ക് അകത്ത് പ്രവേശനമില്ല, അതുകൊണ്ട് ഉള്ളിലെ കാഴ്ചകൾ അങ്ങനെ കാണിക്കാൻ സാധിച്ചില്ല. എന്നാലും പുറത്തുള്ള മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.